സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വോൾഫ് പാക്ക് റൂം മാച്ച്. ഇത് നമ്മുടെ 15ാമത്തെ റൂം മാച്ചാണ്. റാങ്കൽ PPP സ്ക്വാഡ് ഏഷ്യ സർവർ. നമ്മൾ നോക്കാം. നമുക്കിപ്പം ആളെല്ലാം ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആക്ച്വലി എല്ലാവരും 9:35 തുടങ്ങണമെന്ന് പറഞ്ഞ് ഒച്ചമണി ഉണ്ടാക്കും. പക്ഷെ 9:30 ആരും ജോയിൻ ചെയ്യും. സോ നമുക്ക് നോക്കാം. കുറച്ചുകൂടി ആൾക്കാർ വരട്ടെ. നമുക്ക് ടീമിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. people already. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വന്നിരിക്കുന്ന ടീമിന്റെ ലൈനപ്പ് വെച്ച് നമുക്കൊന്ന് പറയാം. എല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിലെ പ്രമുഖ PUBG ക്ലാനുകളിൽ ഒന്നായ വോൾഫ് പാക്ക് നടക്കുന്ന ടൂർണമെന്റാണിത്. ടീം 2 രണ്ടാമത്തെ സ്ലോട്ടിൽ റോമൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കേരള PUBG ഘടകം ഒന്നിടകം കുടിലം കൊള്ളിച്ച പ്ലെയറാണ്. പക്ഷേ റോമൻ്റെ സ്ലോട്ടിൽ വോൾഫ് ജാങ്കോ എന്ന് അറിയാലോ. KD എന്ന് വെച്ചാൽ വോൾഫ് ജാങ്കോ എന്നാണ് അർത്ഥം. വിശാഖിനെ പറ്റി പറയാതിരിക്കുന്നത് വിശാഖ്. ഓക്കെ, അടുത്ത ടീമിലേക്ക് പോകാം. ഡിന്നർ അൽക്കോയ്ത കഴിഞ്ഞ തവണ വിന്നേഴ്സ് ആയിരുന്നു. ഡിന്നർ അൽക്കോയ്ത, വാസ്വിക്, റോഷൻ ആൻഡ് ലാസ്റ്റ് ടൈം നമ്മളിവിടെ ഐനറ്റ് റൈസർ. അതുപോലെ ലൂസർ ഇപ്പോഴും ഒറ്റയ്ക്ക് സാധു. അതിനേക്ക് വിട്ട് അവരുടെ കാര്യം മാത്രം. ബിബി ബോയ്സ് BD ഷാനിനെ കാണുന്നില്ല. ജോലിക്ക് കയറിയിട്ട് അതുപോലെ സ്ക്വാഡ് 90 നല്ല പേര്. ടീം 5 മാറ്റിങ്ങിന് അനുസ്മരിപ്പിക്കുന്ന പകരം ഡേവിഡ് ബക്കാറിൻ്റെ ടീം 5 ഓൾറെഡി SGS എന്നുള്ള പുതിയൊരു ടീമായിരുന്നു. അതിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ടീമിനെ വിളിച്ചത് വാട്സാപ്പിൽ പിന്നീട് നോക്കാം. അതിനുശേഷം സ്മാർട്ട് ബോയ്സ് ലേറ്റ് കമ്മിങ് ആയിരുന്നു. പക്ഷേ സ്ലോട്ട് എടുത്തു. അതുപോലെ ടീം 10 ക്രൂവൽ ബോയ്സ്. ആ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഇന്ന് കൂടെ ക്രൂവൽ ബോയ്സ് എന്ന പേര് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നാളെ മുതൽ തക്കാളിപ്പെട്ടി കോർഡിനേറ്റേഴ്സ് ടീം 10. OMRനെ അനുസ്മരിപ്പിക്കുന്ന പേര് OMA. രണ്ടുപേരുടെ പേരുണ്ട്. സാക്കാട്രൽ, സൈലൻസ് സ്ക്വാഡ്, ഉൾക്കടലം ടീം. പക്ഷേ അതിനകത്ത് സ്ഥിരം കാണുന്ന ആസിഫിനെ കാണുന്നില്ല. ആസിഫ് കുറച്ച് അങ്ങനെയുള്ള ആസിഫിനെ തിരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നല്ല പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. അപ്പം അവിടെ പോയിട്ട് പ്രോ പ്ലേയേഴ്സിൻ്റെ കളിക്കുന്ന ഒരു കാര്യം. ടീം 13 വൈറ്റ് ഓൺ ഹൈ അവതാർ ബ്ലാക്ക് ക്യാമറ പൊട്ടാസ് പഠിക്കുന്നത് നല്ല പ്ലേയേഴ്സ് ആണല്ലോ. ഡോക്ടർ സ്കോർ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഗെയിമിൻ്റെ വിന്നേഴ്സ് ആയിരുന്നു. അതൊരാൾ എത്തിയിട്ടുള്ളൂ. ടീം 17 മൈറ്റി വാരിയേഴ്സ് ഡിപ്രസൻ. ടീം 18 നമ്മുടെ സ്വന്തം ടീം വിസാർഡ് കിട്ടി പോയാൽ പോയി. ടീം 19 LT മേജർ. നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ കൂടെയുള്ള ടീമാണ് LT മേജർ. അതുപോലെ ബ്ലീഡ് ഗെയിമിംഗ്. കൊച്ചി എന്ന് പറഞ്ഞാൽ പറവ പറക്കൽ മാത്രമല്ല, കൊച്ചിയുടെ മിന്നും പതക്കങ്ങൾ. ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന ടീം കൊച്ചിയുടെ പടക്കം ബ്ലീഡ് ഗെയിമിംഗ് ടീം ഇറക്കുമതി. ടീം 21 KD പ്ലേയേഴ്സ്. ഇപ്പോൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഈ ഏതാണ്ട് ഓക്കെ
Immortals. What a stage! The power bags of Wolfpack. നമ്മുടെ ബാക്ക് ബോൺ ടീമുകളിൽ ഒന്നാണ് നമുക്ക് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് പവർ ബോയ്സ്. ക്രൂവൽ ബോയ്സിൻ്റെ ടീമാണ് എഡിറ്റ് ഫാൻറ്റസി സരിഷ് ടീം. ഒന്നില്ലാത്തൊരു ടീം, ഒന്ന് വട്ടായ ടീം എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് ടൈം 21 കില്ലെടുത്ത് ടോപ്പ് കിൽ ലിസ്റ്റിൽ വന്നായിരുന്നു. 2 തവണ നമ്മുടെ ടീമിൻ്റെ നമ്മുടെ ഗ്രൂപ്പിലെ വിന്നേഴ്സ് ആയിരുന്നു. 2 തവണ അവരുടെ ലോഗോ നമ്മുടെ DP ഒക്കെ അകത്ത് പാറി പറഞ്ഞതാണ്. ആൻഡ് ബാക്സ്റ്റേഴ്സ് KL53 മുഷറഫ് ഡെയിലി പേര് മാറ്റുന്നുണ്ടെങ്കിലും ആക്ച്വലി വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ അവർ ലീഗ്. മേലേക്ക് പോവുകയാണെങ്കിൽ എക്സബൂട്ടിയേഴ്സ് കഴിഞ്ഞ മാച്ചിൽ തന്നെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ടീം ആക്ച്വലി അവരുടെ സ്ലോട്ട് 15 ആണ്. അവരിപ്പം സ്ലോട്ട് 1ലേക്ക് മാറി. നെക്സ്റ്റ് നമുക്ക് അവരിലേക്ക് മാറ്റാം. അയ്യോ, കേരള ഘടകത്തിൻ്റെ മറ്റൊരു പട്ടക്കുതിര സുജിത് ഫോൺ എക്സ്പോർട്ട് സ്ലോട്ട് നമ്പർ 4. DD തോരെത്തി. ഇതൊന്നും DD ഷാലിനെ കാണുന്നില്ല. DD ഷാലിനെ യൂസ്ഫുള്ളാണ്. നമുക്ക് 81 ആയി ഓൾറെഡി. 81 പ്ലേയേഴ്സായി. 9:37 ഓൾറെഡി സ്റ്റാർട്ടായിട്ടില്ല. ടീം 15 പൊട്ടാസിനെ ആക്ച്വലി റിപ്പോർട്ട് ചെയ്തിട്ടില്ല തോന്നുന്നു. അതുപോലെ SGS എന്ന് പറഞ്ഞ പുതിയ ടീം 2 ടീമും കാണുന്നില്ല. ബാക്കിയെല്ലാം ആക്ച്വലി ഫോളോസായി കഴിഞ്ഞു. ടീം 16 അകത്തൊരാളല്ലോ. ടീം 16 ഡോക്ടർ സ്കോഡ് നല്ല ടീമായിരുന്നല്ലോ. സെക്കൻഡ് ലാസ്റ്റ് ഗെയിം വിന്നേഴ്സാണ്. അവർ ആഴ്ചയിൽ ഒരാളേക്ക് കൂടി. എല്ലാവരും കളിക്കുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ വരാൻ നോക്കണം. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഇതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വേറെ റൂംസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പം നമ്മളായിട്ട് അവരെ ഡിലേ ആക്കുന്നത് ഭയങ്കര ഒരു മോശം കാര്യമല്ലേ. അപ്പം എല്ലാവരുടെയും ടൈമിനെ വാല്യൂ ചെയ്യണം. എല്ലാവരും സമയത്ത് തന്നെ വരാൻ നോക്കണം. 9:35 ആണ് ആക്ച്വലി നമ്മുടെ മാക്സ് സ്റ്റാർട്ടിങ് ടൈം. കാസ്ട്രോ സ്ലോട്ട് 5 SGS പിങ് ചെയ്യണമെങ്കിൽ ആക്ച്വലി SGS കോൺടാക്റ്റിൻ്റെ അടുത്തില്ല. ഓക്കെ, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ലിങ്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആക്ച്വലി ഞാൻ 2 minutes ഡിലേ വെച്ചിട്ടുണ്ട്. അപ്പം സോ ആക്ച്വലി നമുക്ക് 2 ടീം മിസ്സിംഗ് ആണ്. ആക്ച്വലി ഈ സ്ലോട്ടിൽ പേര് തന്നിട്ട് വരാതിരിക്കുന്നത് ഭയങ്കര മോശമാണ്. കാരണം എൻ്റെ അടുത്ത് നിന്ന് ആക്ച്വലി 2 ടീം ആക്ച്വലി പെൻഡിങ് ഉണ്ടായിരുന്നു. അവർ സ്ലോട്ട് ഇല്ലയെന്ന് പറഞ്ഞ് മാറിപ്പോയതായിരുന്നു. അപ്പം എന്നിട്ട് നമ്മൾ സ്ലോട്ട് ടീമിന് കൊടുത്തിട്ട് ആ ടീം വരാതിരിക്കുന്നത് മോശമല്ല. എനിവേ, നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി. ഇനി അങ്ങോട്ട് പാമ്പ് പിടുത്തമായിരിക്കും. അപ്പം എല്ലാവരും നോക്കി കളിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. Okay. Team 1, എക്സബൂട്ടിയൻസ്, വോൾഫ്പാക്ക്. നമുക്ക് ജാങ്കോയിലേക്കൊന്ന് പോകാം. കേരളത്തിലെ ഉൾക്കിടലം പ്ലെയർ പക്ഷേ സ്റ്റെക്കായി നിൽക്കുകയാണ്. സഹോദരങ്ങളെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ഇവിടെ ഉൾക്കിടലമായി മാറുന്ന തോന്നുന്നു വാച്ച്വീക്ക് എന്തെങ്കിലാണ് ആവശ്യത്തിന് ഓടിക്കൊണ്ടിരിക്കുന്നു. ആരും ആപ്പിൾ വെച്ച് തകർക്കുന്ന ശ്രമം. ആപ്പിൾ
എനിവേ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആവുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ദിസ് യുവർ ക്യാപ്റ്റൻ സ്പീക്കിംഗ് ഗൈസ്. നോക്കി കളിക്കുക. അപ്പം എവിടേക്കാണ് അടി എന്തൊക്കെയാണ് അടി എന്ന് പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് ആക്ച്വലി ഡി ഡി ഷാണ് നമ്മുടെ കൂടെ ഇല്ല. ഡി ഡി ചോറുണ്ട്. ആരും ചാടുന്നില്ല. ആരും ഇതുവരെ സ്റ്റാർട്ടായില്ല. ആരും ചാടിയില്ല. മിസ്റ്റർ ബാഡ് ലക്ക്, ജാക്കാട്ടൽ, ചെകുത്താൻ, കാലമാടൻ, ആക്ച്വലി ഇന്ന് എനിക്ക് പ്രതീക്ഷയുള്ള ഒരു ടീമാണ് ബ്ലേഡിനെ പറ്റി നന്നായിട്ട് പൊക്കി പറയാൻ എൻ്റെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം ബ്ലേഡിനെ കുറച്ച് പൊക്കി പറഞ്ഞിരിക്കുന്നു. പവർ ബോയ്സിനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴേ കാണിച്ചേക്കാം, ചിലപ്പോൾ കാണിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്ന്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ആരൊക്കെ എവിടേക്ക് ചാടി എന്നൊരു പിടുത്തമില്ല. എന്തായാലും ഡി ഡി ഇറങ്ങിയിട്ടുണ്ട്. ഡി ഡി പറന്നുകൊണ്ടിരിക്കുന്നു. മുന്നോട്ടാണെന്നൊന്നും ഒരു പിടുത്തമില്ല. ഡി ഡി ആക്ച്വലി ഷൂട്ടിംഗ് റേഞ്ചിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. അവരുടെ കൂടെ തരുക്സും ഇറങ്ങിയിട്ടുണ്ട്. തരുക്സും ഡി ഡിയും തമ്മിലൊരു പ്രകടനം തുടക്കത്തിൽ തന്നെ കാണേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു അടി ഓൾറെഡി സ്റ്റാർട്ട് 24 ടീം 24 ടീം 24 ഗോ 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 ടീം 24 ടി എക്സ് ഓൾറെഡി ലാൻഡായി. ടി എക്സ് ഓൾറെഡി അടി തുടങ്ങിയെന്ന് തോന്നുന്നു. ടി എക്സ് ലീഡിങ്. ഓക്കെ, എവിടെയോ അടി നടക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഈസാവുന്നവരെ ഇങ്ങനെ തന്നെ പോട്ടെ. കാര്യങ്ങളൊന്ന് ഈസായി ആൾക്കാരൊന്ന് കണ്ട് സെറ്റിലായതിനു ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മുടെ ഈ ചാനൽ ആക്ച്വലി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. നമ്മൾ വേറൊരു ചാനലായിരുന്നു സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിനെ ഒരു ഒഫീഷ്യൽ ചാനലാക്കാം. കാരണം നമ്മളിത് എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ പോലെ നടത്തുന്നത്. അപ്പം ചാനലാക്കാൻ കരുതി ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി അതിനകത്ത് അപ്പോൾ സ്ട്രീമിംഗ് നടക്കുന്നത്. സോ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവരും. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ മിലിറ്ററി ബേസ് ടീം 19 എവിടെ ഇരിക്കുന്നത്? ടീം 19 ആരായിരുന്നു? ടീം 19 LT ബോയ്സ്, LT മേജേഴ്സ്. അവർ ആക്ച്വലി വളരെ സേഫായിട്ട് മിലിറ്ററി ബേസിൽ ആണ്. മിലിറ്ററി ബേസിൻ്റെ പൊന്നോമന പുത്രൻ ലൂസർ അവിടെ അപ്പുറത്ത് പക്ഷിയെ കൊണ്ടു നടക്കുന്നുണ്ട്. ലൂസറിലേക്ക് ഒന്ന് പോവാം. ആക്ച്വലി എനി ടൈം. ഓക്കെ, കിട്ടിയ വഴിക്ക് തന്നെ അവരൊരു ജീപ്പ് ഒപ്പിച്ചിരിക്കുകയാണ്. ജീപ്പിലുള്ള സർക്കസ് പ്രകടനം. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, എൻ്റെ സ്വന്തം ടീം ആക്ച്വലി വോൾഫ് എവിടെയാണെന്ന് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. വോൾഫ് ജാഗോയിലേക്കൊന്ന് പോവാം. ലാസ്റ്റ് ടൈം ഓക്കെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു പബ്ജി ടൂർണമെൻറ്റ് നടന്നപ്പോൾ അതിനകത്ത് സെക്കൻഡ് വരേണ്ടിയിരുന്ന ഒരു ടീമായിരുന്നു വോൾഫ് പാക്ക്. പക്ഷേ ഇനീഷ്യൽ ലെവൽ തന്നെ പുറത്തായതുകൊണ്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് സെക്കൻഡ് എത്താൻ പറ്റിയില്ല. അന്ന് ഏറ്റവും മികച്ച ലൂട്ടർ എന്ന പേരിൽ റോമൻ ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടായി. ഏതൊരു സ്ഥാനം സൂപ്പർ മാർക്കറ്റിൽ കയറി വടിച്ചെടുത്തു എന്നതായിരുന്നു റെക്കോർഡിന് ഉടമയായത് റോമൻ. അതുപോലെ ജീപ്പിൽ മിന്നോണ്ടിക്കൊണ്ട് സുഹൃത്തുക്കളെ എങ്ങോട്ടോ ലക്ഷ്യം വെച്ച് ഓടുകയാണ് അവർ പോകുന്നത്. എനിക്ക് തോന്നുന്നു കാമേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ലക്ഷ്യം. കമേഷ് റോഷൻ ലാസ്റ്റ് ടൈം വിന്നേഴ്സ് ആയിരുന്നു നമ്മുടെ അൽഖ്വയ്ദ, ഡിന്നർ അൽഖ്വയ്ദ. പക്ഷേ ഡിന്നർ അൽഖ്വയ്ദയുടെ ഭാഗ്യ ചിഹ്നമായ ഐനറ്റ് റൈസർ ഇന്നില്ല. പക്ഷേ ഇന്ന് അൽഖ്വയ്ദയുടെ കഥ എന്താണെന്ന് നമ്മൾ കണ്ടറിയണം. പക്ഷേ റോഷൻ്റെ മിന്നും പ്രകടനം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. വാച്ച് വീക്കിലേക്കൊന്ന് പോകാം. വാച്ച് വീക്ക് അവിടെ വൺ ഓഫ് ദി കീ പ്ലേയേഴ്സാണ്. വാച്ച് വീക്കിൽ ആക്ച്വലി ഒരു ഷോട്ട് ഗൺ വെച്ചിട്ടുള്ള പ്രകടനം. ഇവിടെ ഒരു അടി നടക്കുന്നത്. പക്ഷേ എവിടെയാണെന്ന് കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് 3-12 അല്ല 3-ലേക്കൊന്ന് പോകാം. ടീം 3 ഇവർ തന്നെയാണല്ലോ ആക്ച്വലി. ടീം 3 ജാക്കാറ്റർ ഇവിടെ. ജാക്കാറ്ററിൻ്റെ അടുത്താണ് അടി. ഓക്കെ, ജാക്കാറ്റർ ഷിബിയ. ഓക്കെ, ഒരാൾ പോയി. ജാക്കാറ്ററിൽ ഒരാൾ പോയി. പക്ഷേ മനുസാക്ക് ഉണ്ട്, ഷിബിസാക്ക് ഉണ്ട്. ഒരാൾ പോയി ഓൾറെഡി. ഓക്കെ, മുബുൾ സാക്കാണ് നമ്മോട് ഇവിടെ പറഞ്ഞത്. പക്ഷിയുമായി പറക്കുന്നു. അതുപോലെ നോക്കുവാണെങ്കിൽ കൊച്ചങ്കി ആക്ച്വലി എനിക്ക് ഇവരുടെ സ്ട്രാറ്റജി വൈക്രോൺ ഹൈവ് ആണെന്ന് തോന്നുന്നത്. നമ്പർ 22 ഇമ്മോർട്ടൽ സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവർ എല്ലാവരും പോകാൻ പേടിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ പോയപ്പോൾ അവർ മാത്രം. അപ്പോൾ കൊച്ചങ്കി മൊത്തത്തിൽ അങ്ങ് കളക്ട് ചെയ്യാന്നുള്ള ഒരു ഇൻറ്റൻഷനിലൂടെയാണ്. പക്ഷേ അവരിപ്പോഴും റൂമിൽ കിടക്കാണ് സുഹൃത്തുക്കളെ. റൂമിൽ കിടക്കാണ്. എം സയൻസ് 2 പോളി ഒരു അടി നടക്കുന്നു. സെവർണിയിൽ ഒരു അടി നടക്കുന്നു. സെവർണിയിൽ എടുക്കുന്ന ടീം 20 നമ്മുടെ സ്വന്തം ടീമാണ് ആക്ച്വലി ഇന്ന്. ടീം 20 3 കില്ലോടി BJ എക്സലന്റ് പ്ലേമെൻ. അവർ ഡയറക്ട്ലി ടേക്കിംഗ് ഓൺ ടീം 7. നല്ലൊരു എൻകൗണ്ടർ ആയിരുന്നു.
വെച്ചൊരു പ്രകടനം. ടീം 7 വൈപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലീഡ് BJ അവർ ഓൾറെഡി 4 കില്ലായി കഴിഞ്ഞു. ടീമിലേക്ക് വേറൊരാൾ അടിയോടടി. നമ്പർ 7 7ാം നമ്പർ ടീം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7ാം നമ്പർ ടീം ഏതായിരുന്നു? സ്ക്വാഡ് 90. ആക്ച്വലി നല്ല പേരിട്ട് സ്ക്വാഡ് 90, പക്ഷേ അവർ പോയിപ്പെട്ടത് നമ്മുടെ ബ്ലീഡിനടുത്തായിരുന്നു. ബ്ലീഡ് BJ അവരെ ആക്ച്വലി 4 കില്ലെടുത്ത് കഴിഞ്ഞു. ബ്ലീഡ് മെറ്റലൊരു കില്ലെടുത്തു. ബ്ലീഡ് ആറ്റം 3 കില്ല്, 4 3 7 8 കില്ല്. ആക്ച്വലി വെരി ഗുഡ്, അവർ പൊളിച്ചു. അതുപോലെ നമ്മൾ വേറെ കില്ലെടുത്ത ടീംസിനെ നോക്കുവാണെങ്കിൽ വേറെ എവിടെയും കില്ലെടുത്തില്ല. പക്ഷേ നമ്മൾ സ്ക്വാഡ് 90 ബ്ലാക്ക് ആംബർ ഓക്കെ സ്ക്വാഡ് 90 നമ്മോട് വേറെ പറഞ്ഞിട്ടില്ലേ. ടീം 50-ലുണ്ടായിരുന്ന ഗ്ലാഡിയേറ്റേഴ്സ് മരിച്ചു. അതുപോലെ TXന്റെ ടീം ഓൾറെഡി പുറത്തുപോയി. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊന്നിട്ട് വട്ടായ ഒരു ടീമായിരുന്നു അവർ. പക്ഷേ ഇന്ന് തുടക്കത്തിൽ തന്നെ കൂടുതൽ പറഞ്ഞു നമ്മൾ പോവാം, നമുക്ക് ഓരോ ടീമിനെയും സ്മാർട്ട് ബോയ്സിലേക്ക് ഒന്ന് പോകാം. സ്മാർട്ട് ബോയ്സിൻ്റെ അവസ്ഥ എന്താണ്? സ്മാർട്ട് ബോയ്സ് ഇരിക്കുന്നത് നോവയിലാണ്. ആക്ച്വലി കൈൻഡ് ഓഫ് എ സേഫ് പ്ലേസ്. ഇപ്പോൾ അവിടെ അവർ മാത്രമേ ഉള്ളൂ. സോ സമാധാനമായിട്ട് ലൂട്ട് ചെയ്ത് പോരാവുന്നൊരു സിറ്റുവേഷനാണ് അവർക്ക്. അതുപോലെ ആരാണുള്ളത്? നമുക്ക് DD ബോയ്സിലേക്കാണ് പോകാം. DD ബോയ്സ് ആക്ച്വലി നമ്മുടെ സ്വന്തം ടീമാണെന്ന് പറയാം. നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തരുന്നൊരു ടീമാണ്. തുടക്കം മുതലേ നമ്മുടെ കൂടെയുള്ളൊരു ടീമാണ്. അപ്പം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ടീമുകളിൽ ഒന്നാണ്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് DD ടീംസ് അതുപോലെ വോൾഫിൻ്റെ ടീമും എന്തുകൊണ്ട് ഇതുവരെ ഡിന്നർ അടിച്ചില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, പറ്റാത്തതുകൊണ്ടാണ്. നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. ആക്ച്വലി അൽക്കോയിദ ഡിന്നർ അടിച്ചത് റോമന് വൻ ക്ഷീണമായിട്ടുണ്ട്. എന്നാലും ഓക്കെ, നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് അടുത്തത് നമുക്ക് ചെകുത്താൻ്റെ ടീം പോയല്ലോ. ടീം 22 കൊച്ചങ്കി വടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് സ്റ്റോം 17ലേക്ക് നോക്കാം. 17 നമ്മുടെ സ്വന്തം ടീം മൈറ്റി വാരിയേഴ്സ് അതുപോലെ VD ബ്ലാക്ക്. അവരും ആക്ച്വലി കൈൻഡ് ഓഫ് എല്ലാവരും ആക്ച്വലി സേഫായിട്ട് ലൂട്ട് ചെയ്യാൻ പരിപാടിയാണ്. അപ്പം നമ്മുടെ മുഷറഫിൻ്റെ ടീമിൻ്റെ അവസ്ഥ എന്താണ്? KL-53 മുഷറഫ്, സൂഫിയ, മാഡ്രിഡ്, നിഹാൽ മാഡ്രിഡ്. ഓക്കെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ടാണ്? ഓക്കെ, വട്ടം ചുറ്റിക്കളി, വട്ടം നാരങ്ങ. ഓക്കെ മുഷറഫ് അവിടെ എന്തോ ഒളിപ്പിച്ച് മാറി വീട്ടിൽ കയറിയിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ എന്താണ് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ എന്തെങ്കിലും തീരുമാനത്തിൽ വണ്ടി കയറി ഓക്കെ നോക്കാം. എൻ്റെ മടിയിലെ ലൂസർ ആക്ച്വലി മിലിറ്ററി ബേസിൻ്റെ സ്വന്തം ലൂസർ. നമുക്കൊന്നേ ഒന്ന് അപ്പ് ഇൻ ദ സ്കൈ പോയി നോക്കാം. ഓക്കെ, റാസോക്കിൻ്റെ അകത്തുനിന്നൊന്നും ആരെയും കാണുന്നില്ല. ആക്ച്വലി റാസോക്കിലെ ലൂട്ട് കഴിഞ്ഞ് നമ്മളെ മക്കൾ ഇവിടുന്ന് പോയി. അവിടെ ഒരു ഡ്രോപ്പ് ഇറങ്ങുന്നുണ്ട്. 120 ഒരു ഡ്രോപ്പ് ഇറങ്ങുന്നുണ്ട്. ആ ഡ്രോപ്പിലേക്ക് അവർ ആക്ച്വലി മുഷറഫ് ആ ഡ്രോപ്പിലേക്കാണ് പോകുന്നു. അങ്ങനെ നമുക്ക് അവരൊന്ന് പോയി നോക്കാം. ആക്ച്വലി ഞാൻ പറയുമ്പോൾ ബാക്കിയുള്ള ടീംസ് കൂടി ആ ഡ്രോപ്പ് ലക്ഷ്യമാക്കി പോകണമെന്നുള്ള ഒരു പ്രതീക്ഷ. കാരണം നിങ്ങൾക്കിതൊരു ആവേശമാണ്. എനിക്ക് ആക്ച്വലി 4 അടി കാണുന്ന സുഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓക്കെ, സ്കൂളിനടുത്തൊരു ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോക്കോ. യൂട്യൂബിൽ കമൻസ് വല്ലതും വന്നിട്ടുണ്ടോ? യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, ആക്ച്വലി ലൈവ് കട്ടായെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം റെക്കോർഡ് ലൈവ് എനിക്ക് തരാൻ പറ്റിയിരിക്കും. ഡ്രോപ്പ് എടുത്തുകൊണ്ട് KL-53 മുഷറഫ് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് പോകാം. നമുക്ക് പോകാം. ആക്ച്വലി എല്ലാ സമയത്തും ഇത് ലൈവ് ഇടുന്ന സമയത്ത് എന്നെ കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മക്കൾക്ക്. പക്ഷെ ഞാൻ കാണിക്കുമ്പോഴെല്ലാം അവർ വീട്ടിൽ പാമ്പാണ്. ഓക്കെ, വീടിൻ്റെ മുകളിലൊരു ഇന്ന് ആക്ച്വലി ചിക്കൻ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കുക്ക് ചെയ്ത് ഡിന്നർ അടിക്കാനുള്ള ശ്രമം. ഓക്കെ, വീടിനകത്ത് അടുപ്പ് വെച്ച് ഡിന്നർ വെക്കാനുള്ള ശ്രമമാണ് സുഹൃത്തുക്കൾ നടക്കുന്നത്. ചിക്കനെ കിട്ടാത്തതുകൊണ്ട് തോളിലിരിക്കുന്ന പറവയെ കറി വെച്ചിട്ട് ഞാനാണ് ശ്രമം എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് മറ്റൊരു ടീമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ ലെവലിൽ ഒരു PUBG ടൂർണമെൻറ്റ് വന്നപ്പം അതിനകത്ത് ചാമ്പ്യന്മാരാകേണ്ടിയിരുന്ന ഒരു ടീമായിരുന്നു പവർ ബോയ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് പോലും എത്താൻ പറ്റിയില്ല. അതിന് മുന്നേ പുറത്തായി. അപ്പം
അറിയാലോ. അപ്പം പിന്നെ ഡിന്നർ അടിക്കാൻ പോയിട്ട് കറി വെച്ച് തിന്നാൻ പോലും പറ്റില്ല. നമുക്ക് നോക്കാം, നമുക്ക് പോവാം. ബീഡി എവിടെയുണ്ട്, അടി എവിടെ നടക്കുന്നില്ല. ഡി അസുരൻ, ഇവൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ ഓക്കെ. ഡി അസുരൻ ഒരു വണ്ടി ഒപ്പിച്ച് വന്നിട്ടുണ്ട്. കൊച്ചങ്കിയിൽ എല്ലാവരെയും ഇടിച്ച് തകർത്തുകൊണ്ടൊരു ശ്രമം, ടീമേറ്റ്സിൽ തന്നെ ഇടിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അടിയടാ, ആരെങ്കിലും വെച്ച് അടിയടാ. ഓക്കെ 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 അസുരനുണ്ട്. അതുപോലെ നമുക്ക് ഇനിയൊരു അടി നടക്കാൻ സാധ്യതയുള്ളത് ഞാൻ നോക്കിയിട്ട് ടീം 21ഉം റോമൻ. ഓക്കെ ഓക്കെ, എൻ്റെ ടീം ഇറ്റിന് പോകുന്നു. നമുക്ക് ജാങ്കോയിലേക്ക് ഒന്ന് പോകാം, റോമനിലേക്ക് ഒന്ന് പോകാം. ആക്ച്വലി റോമൻ അറിയാം. റോമൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഞങ്ങളുടെ ടീമിന് ഡിന്നർ കളിക്കാൻ ഇനി ഒരൊറ്റ അവസരങ്ങളുള്ളൂ. ഇതിന് ആക്ച്വലി എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂട്ട് ഒരു മാനദണ്ഡമാണ്. അങ്ങനെയെങ്കിൽ റോമന് ബീറ്റ് ഒരു മനുഷ്യൻ വോൾഫ് പോലെ തന്നെയാണ് ഞാൻ ടി വിയിൽ കാണുന്നത്. അതിനകത്ത് 3 പേര് കളിക്കുന്നുണ്ട്. ഷാനു വന്നിട്ടില്ല. ഷാനൂർ അതുപോലെ എടുത്തു പറയുന്ന പ്ലെയറാണ്. ഏറ്റവും മികച്ച കളിക്കാരൻ ഒരാൾ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. ഇഷാദുണ്ട്, ജാങ്കോ ഉണ്ട്, റോമനുണ്ട്. ജാങ്കോ നമുക്ക് അടി നടക്കുന്ന സ്ഥലത്ത് ആക്ച്വലി വേറൊരു ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഡ്രോപ്പ് ആരും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. നോക്കിയിരിക്കുന്നത് കുറച്ചും ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നോക്കുന്നു വേണ്ട. എന്താണ് ഇവിടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഇവിടെയാണല്ലോ. ടീം 23 അടി 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 23 വക്കാസ്തെ ഹിറ്റ് ആവണു. വക്കസ്തിന് 6 എടുത്തിട്ടുണ്ട്. 12 നമ്പർ. എന്താണ് ഇവിടെ വണ്ടി തകർക്കാനും ശ്രമം. പക്ഷേ വക്കസ്തെ വീണടക്കാണ് സുഹൃത്തുക്കളെ. വീണുകിടക്കുകയാണ്. എൻ്റെ പൊന്നോ നമ്മുടെ പുത്രം. 2 പേര് മരിച്ചു ആ ടീമിൽ ഓൾറെഡി. ഈഗിളിനടുത്താണ് എല്ലാ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈഗിൾ അടിച്ചാൽ അടിച്ചു. ഓക്കെ, പക്ഷേ മാനുവൽ കില്ലെടുത്തു. നമുക്കൊരു ഹൈ ലെവൽ വ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ. സുഹൃത്തുക്കളെ നല്ലൊരു അടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാക്കാറ്ററിലും അതുപോലെ ഓക്കെ അടിപൊളി ഷിബി എക്സലന്റ് മാൻ. അടിപൊളി, നല്ലൊരു വൈപ്പായിരുന്നു ഞാൻ നടത്തിയത് ആക്ച്വലി. പക്ഷെ അവൻ്റെ ടീമേറ്റിനെ നഷ്ടപ്പെട്ടെങ്കിലും അവിടെ 2 പേര് എലൈവ് ഉണ്ടായിരുന്നു പവർ ബോയ്സിൻ്റെ. പക്ഷെ അവനത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. സാക്കാറ്ററിന് വേണ്ടി നല്ലൊരു പ്രകടനമായിരുന്നു ഷിബിയുടെ വക. സൈലൻസ് പാർക്ക് ആക്ച്വലി ഞാൻ ഇതിൻ്റെ ക്ലാൻ്റെ ലോഗോ ആയിട്ട് പ്രതീക്ഷിച്ചൊരു ടീമായിരുന്നു. ആസിഫ് എങ്ങനെയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രതീക്ഷ നിലനിർത്താം. ഒരാൾ കൂടി ബാക്കി. നമുക്ക് ടോപ്പ് കിൽ ലിസ്റ്റിലേക്ക് പോകാം. നമ്മൾ ടീം 20 ആയിരുന്നു നേരത്തെ ടോപ്പ് 10 ലിസ്റ്റിലുണ്ടായിരുന്നത്. ടീം 20 ഇപ്പോഴും ഓക്കെ 8 കിൽസ്. അവരിപ്പോഴത്തെ അവരുടെ സ്റ്റാറ്റസ് ഒരു വണ്ടിയുടെ മേലുള്ള പ്രകടനം. 4 പേരും തലമുറത്തിട്ടുണ്ട്. ഡ്രൈവറില്ലാത്തൊരു വണ്ടിയെ കാണപ്പെട്ടു. ബ്ലീഡ് മെറ്റൽസ് നമ്മുടെ ജാങ്കോയുടെ ഓഫീസ് ഗൈസാണ്. സോ ഇൻഫാക്ട് കൊച്ചിയുടെ അഭിമാന താരങ്ങളായി മാറാൻ പോകുന്നു. വോൾഫ് പാക്കിൻ്റെ ഐക്കണായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അവർ നമ്മുടെ കൂടെ കളിക്കുന്നത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. പോട്ടെ. അപ്പോൾ നമ്മൾ വേറെ സാധ്യതയുള്ളൊരു സ്ഥലം ടീം 25 ആക്ച്വലി ടീം 25 നമ്മുടെ KL53. മുഷറഫ് പോയി. അതുപോലെ സൂഫിയ പോയി. ജിന്നും നിഹാൽ മാറ്റിലുമാണുള്ളത്. ജിന്ന് ആക്ച്വലി ഓക്കെ ഒരു വൈപ്പ് നടന്നു. എക്സലൻറ്റ്. ഓക്കെ ജിന്ന് സേവ് ചെയ്യാൻ നോക്കുകയാണ്. ആക്ച്വലി അവർക്ക് അടി കിട്ടിയത് എവിടെ നിന്നാണ് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല.
ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ ടീം വൈപ്പായി തോന്നുന്നു, ഇവർ അടിച്ച ടീം വൈപ്പായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ സ്മാർട്ട് ബോയ്സ് ആക്ച്വലി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഗോൾ മാപ്പ് ഇട്ടിട്ട് സ്മാർട്ട് ബോയ്സ് ആക്ച്വലി 25 അടുത്തേക്ക് നീങ്ങുന്നത്. അതുപോലെ ടീം 10 ലെവലൊരു മീറ്റ് നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവിടെ നിന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു അടി നടക്കാണ്ട് ഏത് നിമിഷം ഒരു അടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഏരിയൽ വ്യൂ ഒന്ന് എടുത്തിട്ട് ഇവർ നമ്മുടെ ഒരു പൊസിഷൻ ഒന്ന് അറിയാം നമുക്ക് ആദ്യം. ടീം 11 ഇവിടെ ഉണ്ട്, OMA. അതുപോലെ ടീം 10 ഓക്കെ തൊട്ടപ്പുറം തന്നെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി പൊക്കി ആ ആംഗിൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 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 ഒന്നുകൂടി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു പ്രകടനം എനിക്ക് കാണാൻ സാധിക്കുമില്ലേ? OMA 2 പേരാണ് ബാക്കിയുള്ളൂ. പക്ഷേ ടീം 10 ആക്ച്വലി ഫസ്റ്റ് പേരും 4 പേരും അലേവാണ്. സോറി, അവരുടെ ടീം നമ്പർ 10 ആയിരുന്നു, അതുകൊണ്ട് 10 എന്ന് പറഞ്ഞു. നോക്കുവാണെങ്കിൽ നമുക്ക് ടീം 10 കളിക്കുന്ന ക്രൂവൽ ബോയ്സ് ആക്ച്വലി ഓക്കെ ക്രൂവൽ ബോയ്സ് ആണ് OMA നേരിടാൻ പോകുന്നത്. നാളെ മുതൽ ഇനി ക്രൂവൽ ബോയ്സ് എന്നുള്ള പേരില്ല, കോണ്ടിനെന്റൽ എന്നുള്ള പേര് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് അവർ വന്നിട്ടുണ്ട്. എന്തിനാ അത് ഓക്കെ, അതിനകത്തേക്ക് പുതിയൊരു ടീം 8, 11, 10. പൊളി പൊളി പൊളി, അടി 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 അടി. നമുക്ക് 8ന്റെ വീലൊക്കെ ഒന്ന് പോകാം. 8 ഏതായിരുന്നു ടീം? മാഫി പൊളി. 8 ഒരാൾ വീണു. 10 അവിടെ രഞ്ജിത്തിന്റെ ടീം അവിടെ റെഡിയാണ്. ഇവിടെ 2 പേര് നോക്കാണ്, പക്ഷേ അവർ അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല. ക്രൂവൽ ബോയ്സ് സൈഡിലേക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി ഇവിടെ ഒരു 2 പേര് റിവൈവ് ആവുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ആക്ച്വലി റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് LED സോറി LED. ഓക്കെ ഗോൾ. നമുക്കൊന്ന് മേലേക്ക് പോവാം. മേലേക്ക് പോയിട്ട് OMA ആക്ച്വലി ഈ സംഘടനത്തിൽ വൈഫായി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കുവാണെങ്കിൽ ആക്ച്വലി 10 ആക്ച്വലി 10 പുഷ് ചെയ്യുകയാണ്. 10 വൈപ്പ് എക്സലന്റ്. ക്രൂവൽ ബോയ്സ് കോണ്ടിനെന്റൽസ്, സോറി ഇനി ക്രൂവൽ ബോയ്സ് എന്ന് പറയുന്നില്ല, കോണ്ടിനെന്റ്സ് അവരവരുടെ കഴിവ് തെളിയിച്ചു. നല്ലൊരു എൻകൗണ്ടർ ആയിരുന്നു. 2 ടീമിനെ അവർ വൈപ്പ് ചെയ്തു. ആക്ച്വലി OMA വൈപ്പ് ചെയ്തു. അതിനകത്ത് കയറി വന്ന ടീം 8 മാറ്റ് ടൈറ്റൻസ്, മാറ്റ് കിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന പേര്, പക്ഷേ വൈപ്പായി. എൻ്റെ DD ആക്ച്വലി ഉണ്ട്. അതുപോലെ പതിവ് വിപരീതമായി ഇന്ന് 43 പേര് അലേവായിട്ടും എൻ്റെ വോൾഫ് അലേവാണ്. ആരും കൊല്ലാൻ പറ്റിയിട്ടില്ല. പക്ഷേ വോൾഫ് വിശാഖിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് അറിയാലോ, മികച്ച പ്ലെയർ ലിസ്റ്റിലേക്ക് കയറി വരേണ്ട ഒരാളാണ്. പക്ഷേ ആളെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. ജാങ്കോ എന്തോ തെരയാണ് സുഹൃത്തുക്കൾ, എന്തോ കളഞ്ഞു പോയിട്ട്. നീ എന്താണോ കളഞ്ഞു പോയത്? വണ്ടിയുടെ കീ കളഞ്ഞു പോയി. ഓക്കെ, വോൾഫിന്റെ വണ്ടിയുടെ കീ കളഞ്ഞു പോയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ആരെങ്കിലും ഒരു കീ കളഞ്ഞു കിട്ടുവാണെങ്കിൽ അറിയിക്കണേ. കിട്ടി. നമ്മൾ നോക്കുവാണെങ്കിൽ ലീഡിന് മുമ്പിലേക്കാണ് ജാങ്കോ പണി ചോദിച്ച് ജാങ്കോ പിടിച്ചുകൊണ്ട് വന്ന ടീമിന് മുമ്പിലേക്കാണ് ജാങ്കോ വണ്ടിയും കൊണ്ട് ഓടിച്ചെല്ലുന്നത്. ടീം 1-ഉം എക്സബ്യൂട്ടിയൻസും ലീഡും തമ്മിൽ അടി നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അടി നടക്കാൻ സാധ്യതയുണ്ട്. DD ടീംസിനകത്ത് കമാൻഡറി ആക്ച്വലി എനിക്ക് സഹായികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ മാച്ചിലുണ്ടായിരുന്നു. സ്മാർട്ട് ബോയ്സിന്റെ അവരൊരു ആക്ച്വലി സേഫ് പ്ലേ ആണ്. സേഫ് ആയിട്ടൊരു വീട്ടിൽ കവർ ഇട്ടിട്ട് ആക്ച്വലി മൂന്നായിട്ടാണ് ഭയങ്കര സേഫ് ആയിട്ടുള്ള ലൂസർ. ആക്ച്വലി സർവൈവിംഗ് ആണ്. 2 പേര് വെച്ച് കളിക്കുന്ന ഒരു ടീമാണ് ലൂസർ ടീം. അധികം റിസ്ക് എടുക്കാണ്ട് സുജിത്ത് ഓക്കെ പതിവിന് വിപരീതമായി സുജിത്തിന് ഓക്കെ സൈഡ് സീറ്റിലാണ്, ഡ്രൈവറെ ആയിട്ടില്ല. അവർ ഓടിച്ചെല്ലുന്നത് ഷിബിസാക്കിനടുത്താണ്. ഷിബിസാക്ക് ഓൾറെഡി ഒരു ടീമിനെ വൈപ്പ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം 1 vs 2 ആണെങ്കിൽ പോലും ഷിബിക്ക് അവരെ അടിച്ചിടാവുന്നതേ ഉള്ളൂ. പക്ഷേ ടീം 3 ആക്ച്വലി അടി നടക്കുന്നുണ്ട്. ടീം 3 വാഷിലേക്ക് പോകാം. വാഷിലേക്ക് ആക്ച്വലി കഴിഞ്ഞ കളിയിൽ 10-15 കില്ലുണ്ടായിരുന്ന ടീമിന്, പക്ഷേ ഇന്ന് അവർക്ക് ഒരു കില്ലില്ല. അതിന് പ്രൈസ് ഇംപ്രൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് ബാക്കിയുള്ളത് ടീം മാഡ്മാക്സ് സോറി സ്വന്തം ടീം ആക്ച്വലി സെബൂട്ടിയൻസ് ഉണ്ട്. അതുപോലെ വോൾഫ് ഉണ്ട്. സോറി അൽക്കൊയ്ദ ലാസ്റ്റ് ടൈം വിന്നേഴ്സ് ആയിരുന്നു. കോഡ് എക്സ്പോർട്ടിൻ്റെ ടീം, ലോസറിൻ്റെ ടീം, DD ബോയ്സ്, സ്മാർട്ട് ബോയ്സ് ഉണ്ട്. അതുപോലെ
ടീം 10 ക്രൂവൽ ബോയ്സ് ഉണ്ട്. ക്രൂവൽ ബോയ്സ് ആക്ച്വലി 6 കില്ലെടുത്തു. സിബിസാക്ക് നൽകുന്നത് നമുക്ക് ടീം 20 ആക്ച്വലി ഏറ്റവും കൂടുതൽ കില്ലെടുത്തൊരു ടീമാണ്. അവർ ആക്ച്വലി ഒരു എൻകൗണ്ടറാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു സ്മോക്ക് പ്രകടനം. മിസ്റ്റർ ബാഡ് ലക്ക്, സോറി അവർ വണ്ടിയിൽ അങ്ങ് രക്ഷപ്പെട്ടു. അപ്പം അവർ വണ്ടിയിൽ പൊച്ചങ്കി വഴി പോകാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, മുടിനാരൊക്കെ എൻ്റെ ടീം വോൾഫ് രക്ഷപ്പെട്ടു. വോൾഫ് അടിച്ചു ചത്തോളൂ. വിശാഖിലേക്കൊന്ന് പോകാം. വിശാഖിൻ്റെ മിന്നും പ്രകടനം ലാസ്റ്റ് ലൈവിൽ കാണും. എല്ലാം കഴിഞ്ഞപ്പോൾ ജോർജ് പോൾ പോയി ലൂട്ട് ചെയ്യാനാണ് സുഹൃത്തുക്കളെ. ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ റോമനുള്ളിടത്തോളം ഈ ടീം ലൂട്ട് ചെയ്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോമൻ ആക്ച്വലി മൂന്നാമതൊരു ബാഗ്, ഈശ്വര 2 ബാഗും കഴിഞ്ഞ് മൂന്നാമതൊരു ബാഗ് സൈഡിൽ കൂട്ടിയിട്ട് അത് വെച്ച് ലൂട്ട് ചെയ്യാൻ ശ്രമം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുമ്പം നമുക്ക് വളരെ കുറച്ച് ടീംസ് നിലവിലുള്ള പവർ ടീംസ്. ടീം 1, ടീം 2, 3, 4, ബോയ്സ്, സ്മാർട്ട് ബോയ്സ്, അവരടി നടക്കുന്നത്. അസുരൻ ഓ വീണ് കിടക്കാൻ സുഹൃത്തുക്കളെ. അടിച്ചു. അവരടിച്ചത് ആഹാ, ബ്ലീഡ് എത്തിയിട്ടുണ്ട്. ബ്ലീഡ് അവിടെ പറന്നിറങ്ങിയിട്ടുണ്ട്. സോ എക്സ്പെക്റ്റ് ചെയ്യാലോ. ഓൾറെഡി നല്ല കില്ലോടുകൂടി നിൽക്കുന്നപ്പം ബ്ലീഡിന് ആക്ച്വലി 5, 6, 11, 13. അപ്പം അവരിന്ന് ഡി പിയിൽ വരും എന്ന് പറഞ്ഞത് വെറുതെ അല്ല, അവർ കയ്യിൽ മരുന്ന് വെച്ചിട്ടുള്ള ടീമാണ്. സോ പക്ഷെ അവർക്ക് ലാസ്റ്റ് സോൺ അവരെ കവർ ചെയ്തു. സോ സോൺ എടുക്കാനും ശ്രമം. ഓക്കെ, സോൺ എടുക്കാനും ശ്രമം. കാരണം 4-1 ആയിരുന്നു. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. നല്ല കളിയാണ് കളിച്ചത്. പക്ഷേ അവർ വീണു. KL53 ഈസ് ഡൗൺ. ബാക്ക് സർ നമുക്ക് നോക്കാം. ഡി ഡി ബോയ്സ് ആക്ച്വലി ഇതുവരെ അവർ ഇറങ്ങിയ സ്ഥലത്തായിരുന്നു സോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവിടെ പോയി നമുക്ക് DD ഡെക്കാർസിലേക്ക് പോകാം. ആക്ച്വലി അവർ ഏറ്റവും മികച്ച ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ റാങ്കിലെ ഏറ്റവും ടോപ്പസ്റ്റ് ക്ലൈമ്പാണിത്. അപ്പം ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാം വ്യക്തമായി കാണാൻ പറ്റുമായിരിക്കും. അപ്പം കൈൻഡ് ഓഫ് സേഫ് പ്ലേസ് ആണ്. നോക്കി കളിച്ചാൽ DDക്ക് ഹൈക്കലിൽ കയറാൻ പറ്റും. സോ ഇന്ന് ഹൈക്കലിൽ കയറി കഴിഞ്ഞാൽ ആക്ച്വലി DD ഷാനോ നല്ല രീതിയിൽ മിസ് ചെയ്യും. കാരണം എല്ലാ ദിവസവും നമ്മളോട് കളിക്കുന്ന പ്ലെയറാണ് ആക്ച്വലി. അവൻ കാണുന്നില്ല. നോക്കാം ടീം 21 ഒരു എൻകൗണ്ടർ സമയത്ത്. ഓക്കെ, വോൾഫ് ആക്ച്വലി 21 മീറ്റ് ചെയ്യാൻ പോകുന്നു. 21 ഏതായിരുന്നു? ടീം 21 DD കില്ലർ ഡൈസ് 21. അവർ ആക്ച്വലി ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. 36 പ്ലെയേഴ്സ് ഉണ്ട്. സോ ആക്ച്വലി ഒരു ബ്യൂട്ടി വരുന്നത് ഇവിടെയാണ്. ആക്ച്വലി നല്ല ഡിവൈസുള്ള ആൾക്കാരാണെങ്കിൽ ലാഗ് കുറയും. നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ ലാഗ് കുറയും. ഈ ഇത്രയും പേര് ചെറിയ സ്ഥലത്തിൽ വരുമ്പോൾ നല്ല ലാഗ് ആവാൻ സാധ്യതയുണ്ട്. കയ്യിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞങ്ങൾക്ക് ആ ഡ്രോപ്പ് വേണ്ട സുഹൃത്തുക്കളെ. ഈ M16 ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്ലെയറാണ് വാച്ച്വിക്. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദി പ്ലെയേഴ്സിന് ആ ഒരു ഗണ്ണ് അത്രയും ഇൻട്രസ്റ്റഡ് അല്ല ഗണ്ണ്. പക്ഷേ പുള്ളി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അതൊരു എക്സലന്റ്. ലൂസറും ഫോർഡ് എക്സ്പോർട്ടും അൽക്കോയിലും ടീം 2-3 തമ്മിൽ ലൂസറിലേക്കൊന്ന് പോകാം. ആക്ച്വലി ഇവർ 2 പേരെയൊന്ന് കളിച്ചിട്ടുള്ളൂ. പക്ഷേ അവർ ലാസ്റ്റ് 11 ടീമിലേക്ക് സർവൈവായി. ലൂസർ ഇവിടുന്ന് ചെരിഞ്ഞ് നിന്നുള്ള പ്രകടനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ എടുക്കണം അങ്ങനത്തെ ആംഗിളെല്ലാം.
കമാൻ മിസ്റ്റർ കമാൻ അതിനകത്തേക്ക് പോയി. വിദഗ്ധമായൊരു കാർ പാർക്കിംഗ് നമ്മൾ കണ്ടത്. ഡ്രൈവിംഗ് സ്കിൽസ് നമ്മൾ കാണുന്ന ലൂസറിന്റെ ഡ്രൈവിംഗ് സ്കിൽസ് ആണ് കാണുന്നത്. അടപടലം, വണ്ടി തെറിപ്പിച്ചുകൊണ്ടൊരു ശ്രമം. അവിടെ ഒരു ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ഫ്ലെയർ അടിച്ചിരുന്നു അൽഖ്വയ്ദ. ആ ഫ്ലെയർ എത്തിക്കഴിഞ്ഞു. ആക്ച്വലി റോമൻ ആണെങ്കിൽ ഇപ്പോൾ ഫ്ലെയർ എന്ന് പറഞ്ഞ് കരഞ്ഞു വന്നിട്ടുണ്ടാവും. ആ ലൂസർ ചെയ്ത ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഈ അൽഖ്വയ്ദ സഞ്ചരിച്ചിരുന്ന വാഹനം അവർ കത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി ഇല്ലാണ്ട് ഇനി അവരെന്ത് ചെയ്യുന്നു കണ്ടറിയണം. വോൾഫിന്റെ ജാങ്കോ ഒരു കില്ലെടുത്തു. നല്ലൊരു എൻകൗണ്ടറാണ്. 9 പൊളി ജാങ്കോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ പ്ലെയർ ഏറ്റവും മികച്ച പ്ലെയർ ലിസ്റ്റിലെ ഒരാളാണെന്ന് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പ്രകടനമാണ്. എക്സലന്റ്. ടീം 21 ആയിട്ടുള്ള പ്രകടനം നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഏരിയൽ വ്യൂയിലൊക്കെ 21 ഇനി ആരെങ്കിലും സർവേയിൽ വെള്ളത്തിൽ അതുപോലെ 4 പേരും സർവൈവിംഗ് ആണ്. ഒരാള് ഇതിലെ ഓടി വരുന്ന റെഡിയായി നിൽക്കുന്നുണ്ട്. സോ ഗൈസ് ക്യാമറ നമുക്കൊന്ന് ലോ ആംഗിളിൽ പാൻ ചെയ്ത് നമ്മുടെ സുഹൃത്ത് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇതിലും മികച്ചൊരു കവർ ഇനി ജീവിതത്തിൽ ആൾക്ക് കിട്ടാനില്ല. ഓ മൈ ഗാഷ്. നിങ്ങൾ ആക്ച്വലി പബ്ജി ഡെവലപ്പേഴ്സിന് പോലും അറിയുന്നുണ്ടാവില്ല ഇവിടെ ഇങ്ങനെ ഒരു കവർ ഉണ്ട്. ടീം 21 കില്ലർ ഡൈസ്. റോമൻ ആരോ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. റോമൻ അടിച്ചിട്ട് ആരാണ് ആക്ച്വലി ടീം 9 സ്മാർട്ട് ബോയ്സ് 4vs4. നല്ലൊരു എൻകൗണ്ടർ ആയിരിക്കും. നമുക്കതൊന്ന് കണ്ടേക്കാം. റോമൻ ആക്ച്വലി സർവൈവ് ചെയ്യുമോ എന്ന് അറിയണം. ഒരാൾ വീണു. സ്മാർട്ട് ബോയ്സ് വേറൊരു പാമ്പ് ആക്ച്വലി ഞാൻ പാമ്പ് ബാബ സുരേഷ് കൊണ്ടുവരേണ്ടി തോന്നുന്നു. ആക്ച്വലി സ്മാർട്ട് ബോയ്സിന്റെ സോറി മൈ ബാഡ്. ക്യാമറ നടു കഷ്ടം വീണു. ആക്ച്വലി വോൾഫിനെ അടിച്ചത് അൽഖ്വയ്ദ ആണോ ഞാൻ ശ്രമിക്കണം. അപ്പൊ ആക്ച്വലി പക്ഷേ വെൽ ഡൺ. ടീം 2 ടീം 3 5 ടീംസ് സർവൈവിംഗ് ഉള്ളൂ. അത് ആരൊക്കെ നോക്കാം. വോൾഫ് ഉണ്ട്. റോമൻ മരിച്ചു. നമ്മുടെ ഇവിടെ പറഞ്ഞു ഓൾറെഡി. റോഷന്റെ ടീം അൽഖ്വയ്ദ ഉണ്ട്. റോഷൻ വാച്ച്വീക്ക് അൽഖ്വയ്ദ. മിസ്റ്റർ ബാഡ്ലക്ക് ഉണ്ട്. അതുപോലെ ടീം 20 പോയോ? നഷ്ടപ്പെട്ടു. ടീം 20 ലീഡ് അടിപൊളി 10-15 അരവ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സിക്കാണ് പോകുന്നത്. പക്ഷേ റോമിന് എന്താ പറയുന്നത് വോൾഫിനാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കവറാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അഡ്വാൻറ്റേജ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത് ജോണിലാണ്. നമുക്ക് ടീം നമ്പർ 10 ഒന്ന് പോവാം. ബാഡ് ലക്ക് ആക്ച്വലി 21 ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ഒരു പ്ലെയർ ഇപ്പോൾ ആ പ്ലാറ്റിനുള്ള കവറിൽ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരുടെ കവർ അവൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം. പക്ഷേ മിസ്റ്റർ ഡിന്നർ അൽഖ്വയ്ദയും വാച്ച്വിക്ക് അപ്പുറത്ത് നിന്ന് ആരാണ് 16 ടീം നമ്പർ 16 ആരാണ് ഡോക്ടർ സ്കോഡ് സർവൈവിംഗ് ആണ്. ഡോക്ടർ സ്കോഡും അൽഖ്വയ്ദയും തമ്മിലുള്ളൊരു പ്രകടനം. നമുക്ക് ഡിന്നർ അൽഖ്വയ്ദയിലേക്ക് പ്ലെയർ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. വാച്ച്വിക്ക് 2 കില്ലെടുത്തു ഓൾറെഡി. വാച്ച്വിക്കിൻ്റെ പ്രകടനം. ഒരു കാർ കത്തിച്ചു. എക്സലൻറ്റ്. നല്ല സ്പോട്ടിംഗ് ആയിരുന്നു. പക്ഷെ വാച്ച്വിക്ക് ഒരു കവറില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഓക്കെ വിശാഖ് വീണു. വിശാഖിനെ സോണിലിട്ട് അടിച്ചു. വാച്ച്വിക്കാണ് അടിച്ചത്. കൊള്ളാം. നല്ലൊരു പ്രകടനമായിരുന്നു അത്. ജാങ്കോ സർവൈവിംഗ് ആണ്. അത് തന്നെ ഒരു നല്ല സൂചന. പക്ഷെ ജാങ്കോനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. വാച്ച്വിക്ക് അവിടെ ഉണ്ട്. ഋത്തിക്ക് അവിടെ ഉണ്ട്.
പുള്ളി ഓക്കെ നമ്മൾ സർവൈവർ ഇവിടെ താഴത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ടീം നമ്പർ 21 KD കില്ലർ ഡൈസിനകത്ത് ഈ കളി കളിച്ച പുള്ളി ആരാണെങ്കിലും അവനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ ഒരു നിർവാഹമില്ല. അവൻ കണ്ടുപിടിച്ച കവർ ആക്ച്വലി പബ്ജിയിലെ ഡെവലപ്പേഴ്സിന് കൂടെ അറിയാം. ടീം 16 ഇപ്പോൾ പെടാനുള്ള സാധ്യത, കാരണം അവർക്ക് സോണില്ല. അവർ ആ പുഴ ക്രോസ് ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാവരും പുഴ ക്രോസ് ചെയ്ത് വളരെ റെഡിയാണ്. റോഷൻ ഒരു ഡിന്നറൊക്കെ പിന്നെ റോഷൻ ഒരു ഇതിട്ടിട്ടുണ്ട്, നീടിട്ടിട്ട് നോക്കിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചരിത്രം തിരിച്ചു ചോദിച്ചാൽ ഗോൾഫിൻ്റെ ലോഗോ ഐക്കണായി വരുമോ? അൽഖ്വയ്ദ തുടർച്ചയായി രണ്ടാമത്തെ വിന്നി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനിക്ക് തോന്നുന്ന ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ ആയിരിക്കും. നമ്മൾ ആക്ച്വലി ഇനി നമുക്ക് ഏരിയൽ വ്യൂ ആയിരിക്കും കുറേ കൂടി എളുപ്പം കാണാൻ. ഓക്കെ ഓക്കെ ജാങ്കുവിനെ പൊട്ടിച്ചു മക്കളെ, ജാങ്കുവിനെ പൊട്ടിച്ചു. ഓക്കെ നമുക്ക് പോവാം. ടീം 21 ഒരാൾ സർവൈവിംഗ് ആണ്, ഋത്തിക്ക് സർവൈവിംഗ് ആണ്. വോൾഫിനകത്ത് ഒരു പ്ലെയർ കൂടെ ബാക്കിയുണ്ട്. വോൾഫ് വൈപ്പല്ല. അതുപോലെ വെള്ളത്തിലൂടെ നീന്തി ഒരു ടീം വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി സോണിൻ്റെ പുറത്തു പോയി. ഞാൻ സോണിൽ കടന്ന് ലൈവ് കട്ടായി പോകും. ടീം 16 ആക്ച്വലി ഡോക്ടർ സ്കോഡ് ഒരു തവണ നമ്മുടെ വിന്നേഴ്സ് ആയിരുന്നു. 2 പ്ലേയേഴ്സ് അവിടെ ആക്ച്വലി ഓപ്പൺ പ്ലേ ആണ്. 4 ഓക്കെ എല്ലാ ടീമിലും ഓരോ കളിക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. ഋത്തിക്ക് ഒരാൾ ബാക്കിയുണ്ട്, റോഷൻ ഒരാൾ ബാക്കിയുണ്ട്, 21 ഒരാൾ ബാക്കിയുണ്ട്, ഡോക്ടർ സ്കോഡിൽ 2 പേര് ബാക്കിയുണ്ട്. ആക്ച്വലി ഡോക്ടർ സ്കോഡ് ഇപ്പോൾ എല്ലാ ടീമിലും ഓരോ പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളത്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. 3 ടീം ബാക്കി. ഋത്തിക്ക് ബാക്കിയുണ്ട്, റോഷൻ ബാക്കിയുണ്ട്, 21 നമ്മൾ ആ കവർ കണ്ടുപിടിച്ച പുള്ളി ബാക്കിയുണ്ട്. പുള്ളിയുടെ പേരൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ആക്ച്വലി റോഷൻ ഒരു വല്ലാത്ത പൊസിഷനിലായിരിക്കുന്നത്. റോഷൻ തീരെ ഒരു കവർ ഇല്ലാത്തൊരു പൊസിഷനിലായിരിക്കുന്നത്. ഋത്തിക്കിന് ആക്ച്വലി ഒരു വീട് കവറുണ്ട്. അതുകൊണ്ട് അടുത്ത സോൺ വരുന്ന വരെ വോൾഫിൽ ഋത്തിക്ക് സേഫാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എനിവേ റോഷൻ ഒരു മരത്തിന് കവർ എടുത്തിട്ടുണ്ട്. നമ്പർ 21 റോഷനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആവും. നമുക്ക് റോഷനിലേക്കൊന്ന് ക്യാമറ പാൻ ചെയ്യാം. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 21 ചെല്ലാം. ഓക്കെ 21 പോവുകയാണെങ്കിൽ ഓക്കെ ഋത്തിക്കിൻ്റെ പ്രകടനം 1 vs 1 മാച്ചസ് എൻഡഡ്. ആര് ജയിച്ചു ഞാനിപ്പോൾ പറയാം. എക്സലന്റ്. എൻ്റെ സ്വന്തം ടീം ആക്ച്വലി ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ജയിച്ചിരിക്കുകയാണ്. ആക്ച്വലി എനിക്കിതിന് ഗോഡ് പൊളി. ഇന്ന് തുറന്ന വാഹനത്തിൽ റോമനെ വഹിച്ചുകൊണ്ടുള്ള സഞ്ചാരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മൾ 7 വരെ എടുത്തു. സ്ക്രീൻഷോട്ട്സ് എടുക്കാം. സോറി ആക്ച്വലി ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ബീയിങ് വിത്ത് അസ്. അടുത്ത മാച്ച് നമുക്ക് ഒന്നുകൂടി പഠിപ്പിക്കാം. ഓക്കെ താങ്ക് യു, ബൈ.